ഒരു DMK MP ആയിട്ടുള്ള കനിമൊഴി എന്ന് പറയുന്നത് കരുണാനിധിയുടെ മകള് കൂടിയാണ്. സോ DMK MP ആയിട്ടുള്ള കനിമൊഴി വിദേശ പര്യടനത്തിലാണ്. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാനായിട്ടുള്ള ഇന്ത്യയിൽ നിന്ന് പോയ സംഘങ്ങളിൽ DMK MP ആയിട്ടുള്ള കനിമൊഴിയും ഉൾപ്പെടുന്നുണ്ട്. സോ വളരെ കൗതുകമുള്ള ഒരു കാര്യമുണ്ടായി. നമുക്കറിയാലോ DMK എന്ന് പറയുന്നത് വളരെയധികം വിഘടനവാദത്തെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിമർശനം നേരിടുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. തമിഴ് വാദം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അനാവശ്യമായിട്ട് സൗത്ത് ഇന്ത്യയും നോർത്ത് ഇന്ത്യയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേർതിരിവുണ്ടാക്കാൻ DMK മന്ത്രിമാരും MLA മാരും ശ്രമിക്കാറുണ്ട്. പലപ്പോഴും സ്റ്റാലിനും അദ്ദേഹത്തിൻ്റെ മകൻ നമ്മുടെ ഉദയനിധി സ്റ്റാലിനും ഒക്കെ ഇത്തരം വിവാദങ്ങളിൽ പോയി പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു DMK MP ഇന്ത്യയുടെ പ്രതിനിധിയായിട്ട് പോകുമ്പോൾ സ്വാഭാവികമായി ചില ആശങ്കകളൊക്കെ ഇന്ത്യക്കാർക്ക് ഉണ്ടാവും. കാരണം ഇവരവിടെ പോയി ഇനി എന്തൊക്കെയാണ് പറയുക. ഈ DMK MP ആയിട്ടുള്ള കനിമൊഴിയോട് സംവാദത്തിനിടെ അവർ സ്പെയിനിൽ സമയത്ത്, സ്പെയിനിൽ വെച്ചാണ് ഈ സംഭവം, ഒരു ചോദ്യം അവരോട് ചോദിക്കുകയാണ്. അവിടെ ഇന്ത്യയുടെ രാഷ്ട്രഭാഷ ഏതാണ്? സ്വാഭാവികമായിട്ടും ഇന്ത്യക്കാരെ തമ്മിലടിപ്പിക്കാൻ പറ്റിയ ഒരു ഒന്നാം തരം ചോദ്യം ചോദിക്കുന്നത് DMK എന്ന് പറയുന്ന ദ്രാവിഡ പൊളിറ്റിക്കൽ പാർട്ടിയുടെ MP യോടാണ്. അതിൻ്റെ സ്ഥാപകനായിട്ടുള്ള DMK-യുടെ പ്രധാനപ്പെട്ട നേതാവായിരുന്ന കരുണാനിധിയുടെ മകളോടാണ്. സ്വാഭാവികമായിട്ട് തമിഴെന്നും മറ്റതെന്നും മറിച്ചതെന്നും ഒക്കെ ഉള്ളൊരു മറുപടി, അല്ലെങ്കിൽ ഒരു കുത്തിത്തിരിപ്പ് മറുപടി പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കണം ആരാണെങ്കിലും ആ ഒരു ചോദ്യം ചോദിച്ചത്. ഇന്ത്യയുടെ രാഷ്ട്രഭാഷ ഏതാണ്? അവിടെയാണ് കനിമൊഴിയോട് ഒരല്പം ബഹുമാനം തോന്നിയത്. അവരുടെ മറുപടി വളരെ വളരെ ക്ലാസ് ആയിട്ടുള്ളൊരു മറുപടിയായിരുന്നു. നാനാത്വത്തിൽ ഏകത്വം എന്നതാണ് ഇന്ത്യയുടെ രാഷ്ട്രഭാഷ എന്നായിരുന്നു അവരുടെ മറുപടി. കയ്യടികളോട് കൂടിയിട്ട്, വലിയ കയ്യടിയോട് കൂടിയിട്ടാണ് അവിടെ കൂടിയിരുന്ന ഇന്ത്യൻ വംശജരുൾപ്പെടെയുള്ളവർ ഈ ഒരു മറുപടിയെ സ്വീകരിച്ചത്. അപ്പോൾ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. കാരണം DMK സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിൽ ഭാഷയെ ചൊല്ലിയുള്ള പ്രശ്നം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നടക്കുന്നുണ്ട്. തമിഴ്നാട്ടുകാർക്ക് പൊതുവെ ഹിന്ദി ഭാഷയെ അംഗീകരിക്കാൻ ഒരു മടിയുണ്ട്. അതിന് കാരണം DMK, AIDMK ഒക്കെ പോലെയുള്ള ദ്രാവിഡ പൊളിറ്റിക്സ് ആണ്. തമിഴ്നാട്ടിൽ ദേശീയ പാർട്ടികൾക്ക് വലിയ സ്വാധീനമില്ല. BJP-ക്കും കോൺഗ്രസിനുമൊക്കെ അടുത്ത കാലത്തായിട്ട് സ്വാധീനം ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ കോൺഗ്രസിന് 10% താഴെ വോട്ടാണ് ഇപ്പോൾ തമിഴ്നാട്ടിലുള്ളത്. BJP-ക്ക് 11-12% അവരുടെ വോട്ട് അവിടെ വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇപ്പോഴും തമിഴ് പൊളിറ്റിക്സ് കൺട്രോൾ ചെയ്യുന്നത് ഈ പ്രാദേശിക പാർട്ടികളായിട്ടുള്ള DMK ഒക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദ്രാവിഡ പൊളിറ്റിക്സിനും ഈ തമിഴ് ഭാഷാ പൊളിറ്റിക്സിനൊക്കെ അവിടെ വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ ഒരു തർക്കം കേന്ദ്ര സർക്കാരും തമിഴ്നാടും തമ്മിൽ ഇങ്ങനെ നടക്കുന്നതിനിടയിലാണ് ഒരു DMK MP ഇങ്ങനെ ഇന്ത്യയുടെ പ്രതിനിധിയായിട്ട് പോകുന്നതും അവരോട് ഈ രാഷ്ട്രഭാഷ ചോദ്യം വരുന്നതും. അവിടെ അവർ പറഞ്ഞ ഏറ്റവും ക്ലാസ് മറുപടി, ഒരു പക്ഷേ ഏതൊരു വ്യക്തിയോടും ഇങ്ങനൊരു ചോദ്യം ആര് ചോദിച്ചാലും പറയാൻ പറ്റുന്ന ഒരു മറുപടിയാണത്. നമ്മുടെ ഭാഷ എന്ന് പറയുന്നത് നാനാത്വത്തിൽ ഏകത്വമാണ്. നമ്മുടെ ഐക്യവും വൈവിധ്യങ്ങൾക്കിടയിലുള്ള നമ്മുടെ ആ ഒരു യൂണിറ്റിയും തന്നെയാണ് നമ്മുടെ ഭാഷയും നമ്മുടെ കരുത്തും എല്ലാം അത് തന്നെയാണ്. അല്ലാതെ നമ്മൾ തമിഴെന്നും ഹിന്ദിയെന്നും പറഞ്ഞ് തല്ലുകൂടേണ്ട ഒരു കാര്യവുമില്ല. തമിഴെന്ന് പറയുന്നത് സംസ്കൃതം പോലെ തന്നെ വളരെ പുരാതനമായ ഒരു ഭാഷയാണ്. നമുക്ക് നിലവിൽ ലഭ്യമായിട്ടുള്ള ചരിത്രരേഖകൾ അനുസരിച്ച് ഏറ്റവും പഴക്കമുള്ള ഭാഷയാണെന്ന് കണ്ടെത്തിയിട്ടുള്ളത് സംസ്കൃതമാണെങ്കിലും ഒരുപക്ഷെ സംസ്കൃതത്തിനൊപ്പമോ അതിനേക്കാൾ പഴക്കമോ പഴയ തമിഴ് ലിപിക്കും തമിഴ് ഭാഷയ്ക്കും ഉണ്ടാകാം എന്ന് കരുതപ്പെടുന്നുണ്ട്. ശാസ്ത്രീയമായ ഒരുപാട് പഠനങ്ങളും കണ്ടെത്തലുകളും ഇനിയും ഉണ്ടാകേണ്ടതുണ്ട്. എന്തായാലും ഈ തമിഴും സംസ്കൃതവും വളരെ പുരാതനമായ ഭാഷകളിൽ ഒന്നാണെന്നതിൽ തർക്കമൊന്നുമില്ല. ഇന്ത്യയിലെ പല ഭാഷകളും രൂപപ്പെട്ടത് ഈ പ്രധാനപ്പെട്ട പുരാതന ഭാഷകളിൽ നിന്ന് തന്നെയാണ് എന്നതും എല്ലാവർക്കും അറിയാം. പക്ഷെ എന്ന് പറഞ്ഞ് ഇന്ന് നമ്മൾ ഈ ഭാഷ വരുന്നത് എവിടെയാണ്? ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഹിന്ദി ഭാഷയാണ്. ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ എന്ന് വെച്ചാൽ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരുപാട് സംസ്ഥാനങ്ങളിൽ, പോപ്പുലേഷൻ കൂടുതലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഏതാണ്ട് 50, 60, 70 കോടിയോളം ആളുകൾ ഇന്ത്യയിൽ അവരുടെ പ്രധാന ഭാഷ തന്നെ ഹിന്ദിയാണ്. പിന്നെ ഒരുപാട് പേർക്ക് അറിയാവുന്ന ഭാഷയുമാണ്. അതുകൊണ്ടാണ് ഒരു ദേശീയ ഭാഷ എന്ന നിലയിൽ പൊതുവെ അങ്ങനെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെടുന്നില്ലെങ്കിൽ കൂടി ഹിന്ദിയെ കാണുന്നത്. പക്ഷെ തമിഴ്നാട് രാഷ്ട്രീയം എപ്പോഴും അതിനെതിരാണ്. തമിഴും സംസ്കൃതവും ഒക്കെ നമ്മൾ സംരക്ഷിക്കേണ്ടതാണ്. പറ്റുമെങ്കിൽ ഒന്നിലധികം ഭാഷകൾ ഇന്ത്യക്കാർ പഠിക്കുമെങ്കിൽ നല്ലതുമാണ്, അതൊക്കെ വേറെ കാര്യം. പക്ഷെ എങ്കിലും ഈ വിദേശത്ത് സ്പെയിനിൽ എത്തുമ്പോഴും അവിടെ ഈ കുത്തിത്തിരിപ്പ് ചോദ്യം വരുന്നതിൻ്റെ കാരണം മനസ്സിലായല്ലോ. നമ്മളെ തമ്മിലടിപ്പിക്കാൻ ഓരോ കാരണങ്ങൾ അവർ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. പക്ഷെ അതിനെ നമ്മൾ തന്ത്രപരമായിട്ട് എങ്ങനെ നേരിടുന്നു എന്നതാണ്. തീർച്ചയായിട്ടും തമിഴ്നാട്ടിലുള്ള ആളുകളും DMK-യും അല്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റും ഒക്കെ ആയിട്ട് രാഷ്ട്രീയമായ വ്യത്യാസമുണ്ട്, ഭാഷാപരമായിട്ട് ചില തർക്കങ്ങളുണ്ട്. ഇത് നമ്മുടെ ഒരു ഇന്റേണൽ മാറ്ററാണ്.
പക്ഷെ നമ്മൾ വിദേശത്ത് പോകുമ്പോൾ ഇത് വെച്ച് നമ്മളെ തമ്മിലടിപ്പിക്കാനും നമുക്കിടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാനും ഒരാളെയും അനുവദിക്കരുത്. അവിടെ നമ്മൾ ബുദ്ധിപരമായി തന്നെ ആയിരിക്കണം അത്തരം സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യേണ്ടത്. ആ കാര്യത്തിൽ കനിമൊഴിയുടെ ആ ഒരു മറുപടി ക്ലാസ് മറുപടി തന്നെയാണ്, ഒരു തർക്കവുമില്ല. അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് യൂട്യൂബിനകത്ത് ആ ഒരു വീഡിയോ ക്ലിപ്പ് അവൈലബിൾ ആണ്, വേണ്ടവർക്കൊന്ന് കണ്ടു നോക്കാം. നമുക്ക് ഈ വീഡിയോയിൽ അത് ഉൾപ്പെടുത്താൻ കഴിയാത്തതുകൊണ്ടാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.